ഹലോ ഗുഡൻ ടാഗ്. ഇഷ് ഹൈസെ ബ്ലെസി ഫോൺ ജോവീസ് പെർഫെക്റ്റ് അക്കാദമി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് വെൻ ഉണ്ട് ആൾസ് ആണ്. അതായത് ഈ വെൻ എന്ന് പറഞ്ഞ കൊണച്ചോറും ആൾസും ഈ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ മീനിങ് വരുന്നത് എപ്പോൾ അല്ലെങ്കിൽ എങ്കിൽ എന്നുള്ള ഒരു മീനിങ് ആണ് ഈ വെന്നിന് വരുന്നത്. ഇഫ് അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ വെൻ നമ്മൾ യൂസ് ചെയ്യുമല്ലോ, അതുപോലെ തന്നെയാണ് ഈ വെന്നും നമ്മൾ യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് ഫോർ റിപ്പീറ്റഡ് ആക്ഷൻസ് ഇൻ ദ പാസ്റ്റ്, മുൻപ് സംഭവിച്ച് റിപ്പീറ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെൻ യൂസ് ചെയ്യുന്നത്. ഇതിന് നമുക്ക് ഫ്യൂച്ചർ ടെൻസിലും അതുപോലെ പ്രസൻറ്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും 3 ടെൻസിലും നമുക്ക് വെൻ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കണ്ടീഷണൽ സാറ്റ്സേ, അതായത് ഇഫ് വെച്ച് നമ്മൾ ഇംഗ്ലീഷിൽ പറയണം ആ ഒരു സെൻറ്റൻസിനെ തന്നെ നമുക്ക് വെന്നും വെച്ച് പറയാൻ പറ്റും. അതിൻ്റെ മീനിങ് എങ്കിൽ എപ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് മീനിങ് വരുന്നത്. അനേകം പ്രാവശ്യം സംഭവിക്കുന്നത്, അതായത് റിപ്പീറ്റ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ പറയുന്ന സമയത്താണ് നമ്മൾ വെൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. വെൻ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് വെർബ്, അതായത് നമ്മൾ വെൻ, അതാണ് നേബൻ സാറ്റ്സേ എന്ന് പറയുന്നത്. വെൻ വെച്ചിട്ട് കൊണച്ചോറ് വെച്ച് പറയുന്ന ആ ഒരു സെൻറ്റൻസിനെയാണ് നമ്മൾ നേബൻ സാറ്റ്സേ എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ സെൻറ്റൻസിനെയാണ് നമ്മൾ ഹൗട്ട് സാറ്റ്സേ എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് വെച്ചിരിക്കുന്ന ഈ ഒരു സ്ട്രക്ചറിൽ നമ്മൾ നേബൻ സാറ്റ്സേയാണ് ഫസ്റ്റ് വെച്ചിരിക്കുന്നത്, അതിന് ശേഷമാണ് നമ്മൾ ഹൗട്ട് സാറ്റ്സേ വെച്ചിരിക്കുന്നത്. വെൻ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ്, ആ ഒരു സെൻറ്റൻസിൻ്റെ എൻഡിലാണ് നമ്മൾ വെർബ് എഴുതുന്നത്. അതിനുശേഷവും നമ്മൾ കോമിട്ടിട്ട് വെർബ് ഹൗട്ട് സാറ്റ്സേയുടെ മെയിൻ സെൻറ്റൻസിൻ്റെ വെർബ് ഏതാണോ അത് തന്നെയായിരിക്കും നമ്മൾ ഇവിടെ ഫസ്റ്റ് വെക്കുന്നത്. അതിനുശേഷം സബ്ജക്റ്റ് ഒബ്ജക്റ്റ്, ആ ഒരു ഫോമിലായിരിക്കും നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എഴുതുന്നത് വെൻ വെച്ചിട്ടുള്ള കണക്റ്റോറ്. ഇനി ഇതിനെ തന്നെ നമുക്ക് തിരിച്ചു എഴുതാം, അതായത് ഹൗട്ട് സാറ്റ്സേ ഫ്രണ്ടിൽ വെച്ചിട്ട് നേബൻ സാറ്റ്സേ രണ്ടാമതായിട്ട്. ഇങ്ങനെ എഴുതുന്ന സമയത്ത് നേബൻ സാറ്റ്സേക്ക് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഇവിടെ എങ്ങനെയാണ് യൂസ് ചെയ്തത് അതുപോലെ തന്നെയായിരിക്കും നമ്മൾ എഴുതുന്നത്. അതായത് വെൻ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വെർബ്, ആ ഒരു ഫോം തന്നെയാണ് ഇവിടെ വരുന്നത്. പക്ഷെ വ്യത്യാസം വരുന്നത് ഹൗട്ട് സാറ്റ്സേക്ക് ആയിരിക്കും. അതായത് മെയിൻ സെൻറ്റൻസിൽ നമ്മൾ ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് ആയിരിക്കും വയ്ക്കുക, അതിന് ശേഷമായിരിക്കും നമ്മൾ വെർബ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വെർബായിരുന്നു ഫസ്റ്റ് വെച്ചത്, അതിന് ശേഷമായിരുന്നു സബ്ജക്റ്റ് എഴുതി. ഇവിടേക്ക് വന്നപ്പോൾ തിരിച്ചായിരിക്കും നമ്മൾ എഴുതുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. വെനിഷ് സൈറ്റ് ഹാബെ ഗേ ഇഷ് സ്പസീർ. ഇവിടെ വെന്ന് വെച്ചിട്ടുള്ള നേബൻ സാറ്റ്സേയാണ് നമ്മൾ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു എൻഡിലായിരുന്നു നമ്മൾ ഹാബെ എന്ന് പറഞ്ഞ വെർബ് എഴുതിയിരിക്കുന്നത്. അതായത് ഇഷ് അനുസരിച്ചാണ് കോൺജുഗേറ്റ് ചെയ്തിരിക്കുന്നത്. വെനിഷ് സൈറ്റ് ഹാബെ, എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഗേ ഇഷ് സ്പസീർ, ഞാൻ നടക്കാൻ പോകും, അതാണ് ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്. ഇതിനെ തന്നെ നമുക്ക് തിരിച്ച് ഫസ്റ്റ് ഹൗട്ട് സാറ്റ്സേ വെച്ചിട്ട് എഴുതാം. അങ്ങനെ എഴുതുന്ന സമയത്ത് ഇഷ് ഗേഷ് പസീറൻ വെനിഷ് സൈറ്റ് ഹാബെ, അതായത് നേബൻ സാറ്റ്സേയാണ് ഇവിടെ രണ്ടാമത് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഹൗട്ട് സാറ്റ്സേ വെച്ച് എഴുതി. അങ്ങനെ എഴുതുന്ന സമയത്ത് സബ്ജക്റ്റ് ആണ് നമ്മൾ ആദ്യം വെക്കാമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. സബ്ജക്റ്റ് വെച്ചു, ദെൻ വെർബ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് പസീറൻ നടക്കാൻ പോവുക. അതിനുശേഷം വെൻ നിഷ് സൈറ്റ് ഹാബെ, ഇതിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. നേബൻ സാറ്റ്സേ നമ്മൾ എങ്ങനെ എഴുതിയാലും സെയിം ഓർഡർ ആയിരിക്കും വരാം, ലാസ്റ്റ് വെർബ് ഇട്ടാൽ മാത്രം മതി. ഇനി കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാം. വെൻ എസ് റേഗ്നേറ്റ് ബ്ലൈബ് ഈഷ് ഹൗസേ, മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും, അതാണ് ആ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് വരുന്നത്. അവിടെ നോക്കുകയാണെങ്കിൽ വെൻ എന്നുള്ളതാണ് കണക്റ്റോറ്, അത് നമ്മൾ ആദ്യം വെച്ചിരിക്കുകയാണ്. അതിന് റേഗൻ എന്ന് പറഞ്ഞ വെർബിനെ എസ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ് എന്നുള്ള ആ ഒരു മീനിങ്ങാണ് എസ്സിന് വരുന്നത്. അതനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്തിട്ട് റേഗനറ്റ് എന്ന് എഴുതി. ഇനി ബ്ലൈബേ ഇഷ് ഹൗസേ, ബ്ലൈബേ എന്ന് പറഞ്ഞതാണ് ഇവിടെ സെക്കൻഡ് സെൻറ്റൻസിലെ വെർബ്. അത് നമ്മൾ കോമ ഇട്ടിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ വെർബ് എഴുതി, അതിന് ശേഷമാണ് സബ്ജക്റ്റ് എഴുതുന്നത്. അങ്ങനെയാണ് ആ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ വരുന്നത്. വെനസ് റേഗനറ്റ് ബ്ലൈബേ ഇഷു ഹൗസേ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഗനറ്റ് ബ്ലൈബേ ഈ രണ്ട് വെർബും അടുത്തടുത്തായിരിക്കും വരാം. കോമ ഇട്ടിട്ട് നമ്മൾ അതിനെ രണ്ട് സെൻറ്റൻസിനെയും സെപ്പറേറ്റ് ചെയ്യും. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ വെനിഷ് സൈറ്റ് ഹാബെ ലേർണേഷ് ഡോയിഷ്. ഇവിടെയും ഹാബെ എന്നുള്ളതാണ് വെർബ്. വെനിഷ് സൈറ്റ് ഹാബെ എന്ന് പറഞ്ഞാൽ എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ ജർമ്മൻ പഠിക്കും. ലേർണനാണ് അവിടുത്തെ വെർബ്, ഇഷ്ടനുസരിച്ച് ലേർണേ എന്ന് പറയണു. ലേർണേഷ് ഡോയിഷ്, ഹാബെ ലേർണേ, ആ ഒരു രണ്ട് വെർബുകളും നമ്മൾ അടുത്തടുത്താണ് എഴുതിയിരിക്കുന്നത്. കോമ ഇട്ടിട്ട് രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത കണക്റ്റോറാണ് ആൾസ് എന്നുള്ളത്. ഇതിന് സെയിം മീനിങ് തന്നെയാണ് വരുന്നത്, പക്ഷേ ഇത് പാസ്റ്റ് ടൈമിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് യൂസ്ഡ് ഫോർ വൺ ടൈം ഈവൻസ് ഇൻ ദ പാസ്റ്റ് ഓൺലി ഫോർ പാസ്റ്റ് ടൈം. മുൻപ് ഒരു വട്ടം മാത്രം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്താണ് നമ്മൾ ആൾസ് യൂസ് ചെയ്യുന്നത്. വെൻ പറയണത് റിപ്പീറ്റഡ് ആയിട്ട് ഇനിയും നടക്കാൻ പോകുന്ന സംഭവമോ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ പറയുന്ന സമയത്താണ് വെൻ യൂസ് ചെയ്തത്. ആൾസ് യൂസ് ചെയ്യുന്നത് ഒരു പ്രാവശ്യം മാത്രം നടക്കുന്ന ഒരു സംഭവം പറയാനായിരിക്കും. അപ്പോൾ അതിൻ്റെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. വെന്നിൻ്റെ അതേ ഓർഡർ തന്നെയാണ് ആൾസിനും വരുന്നത്. ആൾസ് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വെർബ്,
ആ വെൻ വെച്ച് നമ്മൾ എങ്ങനെയാണ് എഴുതിയത് അതുപോലെ തന്നെയാണ് ആൾസും വെച്ച് എഴുതുന്നത്. വെർബ് നമ്മൾ എൻഡിൽ എഴുതും, അതിനുശേഷം വെർബ് തന്നെ ഹൗട്ട്സാറ്റ്സിയുടെ വെർബ് നമ്മൾ ഫസ്റ്റ് എഴുതണം, അത് കഴിഞ്ഞ് സബ്ജക്റ്റ് ഒബ്ജക്റ്റ്. അതുപോലെ തന്നെയാണ് ഇപ്പുറത്തും, അതായത് മെയിൻ സെൻറ്റൻസ് ഹൗട്ട്സാറ്റ്സ് ഫസ്റ്റ് വെച്ച് എഴുതുന്ന സമയത്ത് സബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ ആദ്യം എഴുതുക, അതിനുശേഷം വെർബ് ഒബ്ജക്റ്റ്. പിന്നെ അതേ ഫോം തന്നെ ആൾസ് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വെർബ്. ഈ വെർബ് എപ്പോഴും നെയ്ബൻ സെൻസിൽ എൻഡിലായിരിക്കും നമ്മൾ എഴുതുക, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ആൾസിഷ് സേൻ യാറെ ആൾട്ട് വാർ ഹറ്റീഷ് ഐനെ കാറ്റ്സെ. അതായത് എനിക്ക് 10 വയസ്സ് ഉണ്ടായിരുന്നപ്പോൾ എനിക്കൊരു പൂച്ച ഉണ്ടായിരുന്നു, അതാണ് അവിടുത്തെ മീനിങ് വരുന്നത്. ആ 10 വയസ്സ് ഉണ്ടായിരുന്നപ്പോൾ, ഇനി ഒരിക്കലും എനിക്ക് 10 വയസ്സാവാൻ പറ്റില്ല. അപ്പം ഒരു പ്രാവശ്യം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു സംഭവത്തിനെ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആൾസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വാർ ഇഷ് സൈനിൻ്റെ പ്രത്യേകിച്ചാണ് വാർ എന്നുള്ളത്, അത് ഇഷ് ആയതുകൊണ്ട് വാർ എന്ന് എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ ഹാബൻ്റെ പ്രത്യേകിച്ചാണ് ഹറ്റ് എന്നുള്ളത്, അത് ഇഷ് അനുസരിച്ച് ഹറ്റ് എന്ന് എഴുതിയിരിക്കുന്നു. രണ്ടും പാസ്റ്റ് ടെൻസ് ആണ്, മുൻപ് സംഭവിച്ച കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ആൾസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനെ തന്നെ നമുക്ക് ഫസ്റ്റ് ഹൗട്ട്സാറ്റ്സെ വെച്ച് പറയുന്ന സമയത്ത് ഇഷ് ഹറ്റെ ഐനെ കാറ്റ്സെ ആൾസി സീൻ യാറെ ആൾട്ട് വാർ. അതായത് ആൾസ് ഇവിടെ വാർ എന്നുള്ള വെർബാണ് എൻഡിൽ എഴുതിയിരിക്കുന്നത്, ഇവിടെ ഹറ്റെ എന്നുള്ളത് സെക്കൻഡ് പൊസിഷനിലാണ് എഴുതിയിരിക്കുന്നത്. കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാം. ആൾസിഷ് ഗസ്റ്റേൺ അൻകാം റെഗ്നറ്റേസ്. അതായത് ഇന്നലെ ഞാൻ എത്തിയപ്പോൾ മഴ പെയ്തു. അതായത് ഇന്നലെ, ഇനി വീണ്ടും എനിക്ക് ഇന്നലെ എത്താൻ പറ്റില്ലല്ലോ, അപ്പോൾ ഒരിക്കൽ മാത്രം സംഭവിച്ച ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആൾസ് യൂസ് ചെയ്തത്. അത് രണ്ടും പാസ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ എത്തിയപ്പോൾ ഇന്നലെ മഴ പെയ്തു, ആ ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ അൻകൊമ്മൻ എന്നുള്ളതാണ് വെർബ്, അതിൽ ട്രൻബാരം വെർബാണ്. കൊമ്മനെ കാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകിച്ചും, അതാണ് ഇവിടെ അൻകാം എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ആൾസി കിൻഡ് വാർ സ്പീൽട്ടെ ഷിയേഡൻ ടാഗ് ഇൻ ഗാർഡൻ. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ എപ്പോഴും ഗാർഡനിൽ കളിക്കുമായിരുന്നു. അത് കുട്ടിയായിരുന്നപ്പോൾ എന്നുള്ളത് ഒരു പാസ്റ്റ് ടെൻസ് ആണ്. അതുപോലെ തന്നെ ഇനി എനിക്ക് കുട്ടിയായിട്ട് മാറാനും പറ്റില്ല, അതുകൊണ്ട് ഒരു പ്രാവശ്യ ജീവിതത്തിൽ അത് നടക്കുള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ ആൾസ് യൂസ് ചെയ്തിരിക്കുന്നത്. വെൻ വേഴ്സസ് ആൾസ് കമ്പാരിസൺ, അതായത് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കാം. വെൻ യൂസ് ചെയ്യുന്നത് റിപ്പീറ്റഡ് ആക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ്, അതായത് റിപ്പീറ്റ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിനെ പറയാൻ വേണ്ടിയിട്ടാണ് വെൻ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കണ്ടീഷണൽ സെൻറ്റൻസ് ഇഫ് വെച്ച് പറയുന്ന സെൻറ്റൻസ് പറയാനും നമ്മൾ വെൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് പാസ്റ്റിലും പ്രസൻസിലും ഫ്യൂച്ചറിലും 3 ടെൻസിലും നമുക്ക് വെൻ യൂസ് ചെയ്യാം. ആൾസിലേക്ക് വരുമ്പോൾ വൺ ടൈം ഇവൻ്റ് ആയിരിക്കും, അതായത് ഒരു പ്രാവശ്യം മാത്രം നടക്കുന്ന ഒരു സംഭവത്തിനെ പറയാൻ വേണ്ടിയിട്ടാണ് ആൾസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിലായിരിക്കും നടന്നിട്ടുണ്ടാവുക, പ്രസൻസിലോ ഫ്യൂച്ചറിലോ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു സിമ്പിൾ ട്രിക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ എന്നുള്ളത് റിപ്പീറ്റ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമായിരിക്കും. ആൾസ് എന്നുള്ളത് ഒരു പ്രാവശ്യം നടക്കുന്ന ഒരു സംഭവത്തിനെ പറയാൻ വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് വെൻ ഉണ്ട് ആൾസ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം പറയാനും, ആൾസ് ഒരു പ്രാവശ്യം മാത്രം നടന്ന ഒരു സംഭവം, പാസ്റ്റിൽ നടന്ന ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് ആൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.